السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم يا حي يا قيوم برحمتك استغيث أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അടുത്തതായി അൽ-ഉസൂൽ സലാസ എന്ന റിസാലയിൽ ഇബാദത്തിന്റെ ഇനങ്ങളിൽ വിശദീകരിക്കുന്നത് അത്തവക്കുൽ എന്ന മഹത്തായ ഇബാദത്താണ്. തവക്കുലും നമ്മൾ ഖൽബ് കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഇബാദത്തുകളിൽപ്പെട്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഖൗഫും റജാഉം, അള്ളാഹുവിനുള്ള ഭയവും പ്രതീക്ഷയും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ? എന്താണ് തവക്കുലിന്റെ പ്രത്യേകതകൾ? തവക്കുൽ എന്നത് ഒരു മുഅ്മിൻ അവൻ എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഈമാനിന്റെ ഉന്നതമായ തലങ്ങളിൽപ്പെട്ട ഖൽബിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിനോടുള്ള ഉബൂദിയത്ത്, അടിമത്തം, അത് പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ധാരാളം സിഫാത്തുകൾ, വിശേഷണങ്ങൾ തവക്കുൽ എന്ന ഈ മഹത്തായ ഉബൂദിയത്തിനെ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. فمن اعتقد أن الله هو الرحيم وأن الله هو القدير وأن الله هو القوي وأن الله هو العزيز وأن الله هو الذي يجير ولا يجار عليه. ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ അങ്ങേയറ്റം കാരുണ്യവാനാണ്, അവൻ അതിശക്തനാണ്, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അവൻ സർവപ്രതാപവുമുള്ളവനാണ്, അവൻ അഭയം നൽകുന്നവനാണ്, അവനെതിരെ ആരും അഭയം നൽകുകയില്ല. അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള മനോഹരങ്ങളായ വിശേഷണങ്ങൾ, സിഫാത്തുകൾ ആരാണോ മനസ്സിലാക്കുന്നത്, തിരിച്ചറിയുന്നത്, ഉറച്ചു വിശ്വസിക്കുന്നത്, فإن ذلك كله مورث لعبودية التوكل. ഇതെല്ലാം ആ മഹാനായ റബ്ബിൽ തവക്കുലാക്കണം, സർവവും ഭരമേൽപ്പിക്കണം എന്നതിലേക്ക് അവനെ കൊണ്ടെത്തിക്കും, അനിവാര്യമാക്കി തീർക്കും. അതുകൊണ്ട് തന്നെ ഈമാനിന്റെ ഉന്നത തലങ്ങളിൽ ഒരു മുഅ്മിനിന് സംഭവിക്കുന്ന മഹത്തായ അവന്റെ ഖൽബ് കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ശ്രേഷ്ഠമായ തലമാണ് തവക്കുൽ എന്നത്. തവക്കുൽ അത് വിശാലാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അള്ളാഹുൽ ഈമാൻ അടിയുറച്ച മുഅ്മിൻ അള്ളാഹുൽ തവക്കുലാക്കും, അവനിൽ മാത്രം വരമേൽപ്പിക്കും. ഒരു വേള കാഫിറും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭരമേൽപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം കാണുന്നൊരു മുകളിലുണ്ട്, അവനെല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കും, അവനിലേക്ക് നമുക്ക് അവലംബിക്കാം എന്നിങ്ങനെയുള്ള സംസാരങ്ങൾ ഒരു വേള അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ വരെ അവരുടെ നാവിലൂടെ തുളുമ്പുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ജിന്നും ഇൻസും, മനുഷ്യനും ജിന്നും ഒരുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കും. അതുപോലെ തന്നെ മൃഗങ്ങളും പക്ഷികളും പറവകളും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് നമുക്ക് കാണാം. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലി ലറസഖകും കമാ യുർസഖു അത്വയ്റു തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന. നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കേണ്ടതുപോലെ ഭരമേൽപ്പിക്കേണ്ട മുറപ്രകാരം തവക്കുലാക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നം നൽകുന്നത് പോലെ നിങ്ങൾക്കും അവൻ അന്നം നൽകുന്നതാണ്. അവരതാ നേരം പുലരുമ്പോൾ പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് കൂടുവിട്ട് പറന്നിറങ്ങുന്നു. തിരിച്ചു വൈകുന്നേരം പ്രദോഷമാകുമ്പോഴത്തേക്ക് തൻ്റെ കൂട്ടിലേക്ക് നിറവയറുമായി കൂട്ടിൽ അവർ ബാക്കിയാക്കിയ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണവും തങ്ങളുടെ കൊക്കിൽ പകുത്തു നൽകിക്കൊണ്ടവർ വരുന്നു. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവനിൽ തവക്കുലാക്കേണ്ടതുപോലെ തവക്കുലാക്കിയാൽ റിസ്ക് നൽകുന്നതാണ്. സഹോദരങ്ങളെ, അള്ളാഹുൽ തവക്കുലാക്കുക എന്നത് മഹത്തായ ഗുണമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള മുഅ്മിനീങ്ങൾ അവരുടെ ഈമാൻ ശരിയാവണ്ണം നിലനിൽക്കണമെങ്കിൽ അവരുടെ ഈമാനിനുള്ള നിബന്ധനയായി ഷർത്തായി തവക്കുലിനെ അവൻ നമുക്ക് കൽപ്പനയാക്കി. സൂറത്തുൽ മാഇദയിലെ 23-ാമത്തെ ആയത്ത് അതാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പിന്നെ തവക്കുലിന് തെളിവായി ദലീലായി ഇവിടെ കൊണ്ടുവരുന്നു. ദലീലു തവക്കുലി ഖൗലുഹു തആല വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ നിർബന്ധമായ സാക്ഷാത്കാരം അത് സാധ്യമാകണമെങ്കിൽ അവിടെ നിബന്ധനയായി ഷർത്തായി തവക്കുലിനെ അവൻ നിശ്ചയിച്ചു. വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ അല്ലാഹുൽ മാത്രം ഭരമേൽപ്പിക്കുക. ഇവിടെ വഅലല്ലാഹി ഫതവക്കലു എന്ന പ്രയോഗത്തിൽ സാധാരണ അറബി ഭാഷയിലെ ഭാഷാ നിയമത്തിന് വിരുദ്ധമായി ഒരു പ്രത്യേക സാഹിത്യ ഭംഗി ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഫതവക്കലു അലല്ലാഹ് എന്നാണ് ഒരു അറബി വാചക ഘടനയുടെ സാമാന്യ രൂപം അനുസരിച്ച് പറയേണ്ടത്. ഫതവക്കലു അലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. ഇവിടെ അലല്ലാഹ് എന്നുള്ളത് മുന്തിച്ചു. മഅമൂലിനെ ആമിലിനേക്കാൾ മുന്തിക്കുക എന്ന ബലാഗയിലെ അറബി സാഹിത്യത്തിലെ അപൂർവമായൊരു നിയമം. ഫതവക്കലു അലല്ലാഹ് എന്നതിന് പകരം വഅലല്ലാഹി ഫതവക്കലു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അത്തഖ്സീസ് വൽ ഹസ്ർ. ആരെയാണ് അവിടെ പരാമർശിക്കപ്പെട്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറഞ്ഞതെങ്കിൽ അവനിൽ മാത്രം അത് പ്രത്യേകമാകും, അവനിൽ മാത്രം അത് പരിമിതപ്പെടും. വഅലല്ലാഹി ഫതവക്കലു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അലൈഹി ലാ അലാ ഗൈരിഹി, അവനിൽ മാത്രം പരമേൽപ്പിക്കുക, മറ്റാരിലുമല്ല. അങ്ങനെ ഒരു അർത്ഥം അവിടെ കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം തവക്കുലാക്കുക. ആ മാത്രം അല്ലാഹുൽ മാത്രം പരിമിതപ്പെടുത്തുന്ന ആ പ്രത്യേകത അത് ഈ ഭാഷാ പ്രയോഗത്തിൽ തന്നെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തവക്കുൽ എന്ന ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ വകവെച്ചു കൊടുക്കാവൂ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഷർത്ത് പറഞ്ഞു. ഇൻ കുൻതും മുഅ്മിനീന ഫതവക്കലു അലല്ലാഹ്, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം ഭരമേൽപ്പിക്കുന്നു. അപ്പൊ നിർബന്ധമായ ഈമാനിന്റെ സാക്ഷാത്കാരം, തഹ്ഖീഖുൽ ഈമാനിൽ വാജിബ്, അത് സാധ്യമാകണമെങ്കിൽ ഫതവക്കലു അലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കണം. അല്ലാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുന്നവർ അവർ മുഅ്മിനീങ്ങളായിരിക്കും, യഥാർത്ഥ മുഅ്മിനീങ്ങളായിരിക്കും. ഇതിന് സമാനമായ ആയത്തുകൾ ഖുർആനിൽ മറ്റു പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് യൂനുസിലെ മറ്റൊരു ഉദാഹരണം കേൾക്കാം. സൂറത്ത് യൂനുസിലെ 84-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ ആയത്തിൽ, മാഇദയിലെ ആയത്തിൽ ഈമാൻ ഉണ്ടായിരിക്കുക എന്ന ഷർത്ത് അല്ലാഹു നിബന്ധനയാക്കി വെച്ചെങ്കിൽ ഇവിടെ ഇസ്ലാമിനെ സൂചിപ്പിച്ചു. ഇസ്ലാമിനെയും ഈമാനിനെയും ഒരുപോലെ അല്ലാഹു ഷർത്തായി സൂചിപ്പിച്ചു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് പറയുന്നു, വഖാല മൂസ യാ ഖൗമി ഇൻ കുൻതും ആമൻതും ബില്ലാഹ്, ഓ സമൂഹമേ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഈമാനുള്ളവരാണെങ്കിൽ ഫഅലൈഹി തവക്കലു, അവനിൽ മാത്രം നിങ്ങൾ ഭരമേൽപ്പിക്കുക. എന്നിട്ട് പറഞ്ഞു ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ. അപ്പൊ അവിടെ ഇസ്ലാമും ഈമാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഷർത്തായി വെച്ചു. യഥാർത്ഥ മുസ്ലിമീങ്ങളാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുക, യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കുക എന്നതിന് ശർഈയായ തവക്കുലായ ഒരാളുടെ തവക്കുൽ മാറണമെങ്കിൽ അതിന് 2 റുക്നുകളുണ്ട്, 2 സ്തംഭങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗം ഇഅ്തിമാദുൻ ഖൽബി, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം ഹൃദയം അവലംബിക്കുക. വസാനി, രണ്ടാമത്തേത് അമലുൻ ബിൽ അസ്ബാബ്, അവയവങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കിയ ഹലാലാക്കിയ കാരണങ്ങൾ പ്രവർത്തിക്കുക. ഒന്നാമത്തെ സ്തംഭം, ഒന്നാമത്തെ റുക്ൻ ഖൽബിൽ ബാധിക്കുന്നതും രണ്ടാമത്തേത് അമലിൽ സ്വാധീനിക്കപ്പെടുന്നതുമാണ്.
അപ്പോൾ തവക്കുൽ എന്ന് പറഞ്ഞാൽ هو الاعتماد على الله والثقة به والتفويض إليه. ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം അവലംബിക്കലും അവനിൽ ദൃഢമായി വിശ്വസിക്കലും കാര്യങ്ങൾ അവനിലേക്ക് ഏൽപ്പിക്കലുമാണ്. അതാണ് ഇഅ്തിമാദുൽ ഖൽബി. അതോടൊപ്പം ശരീരം കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ, കാരണങ്ങൾ തേടലും പ്രവർത്തിക്കലുമാണ്. ഇത് രണ്ടും ചേർന്നാലാണ് ഒരാളുടെ തവക്കുൽ ശർഈയായ തവക്കുലായി മാറുക. മഹാൻ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ മദാരിജുസ് സാലിക്കിൻ എന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ തവക്കുലിനെ മനോഹരമായ രൂപത്തിൽ വിശദീകരിച്ചു. അല്ലാഹുവിൽ തവക്കുലാക്കുന്ന ഒരു മുതവക്കിൽ അവനൊരു കുട്ടിയെ പോലെയാണ്. അൽ മുതവക്കിലു കത്തിഫ്ലി ഫകമാ അന്ന തിഫ്ൽ ലാ യസ്കുനു ഇല്ലാ ലിവാലിദതി. ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടി, പാലൂട്ടപ്പെടുന്ന ഒരു കുട്ടി തൻ്റെ മാതാവിൻ്റെ മടിത്തട്ടല്ലാതെ അവന് സമാധാനമുള്ള മറ്റൊരിടം അവന് കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുപോലെയാണ് തൻ്റെ റബ്ബിലേക്കുള്ള അവലംബമല്ലാതെ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന ഒരു മുതവക്കിൽ അവൻ അതുകൊണ്ടല്ലാതെ സമാധാനം ലഭിക്കുകയില്ല, അവൻ കണ്ടെത്തുകയില്ല. ഒരു ചെറിയ കുട്ടി അവൻ തൻ്റെ ഉമ്മായിൽ നിന്ന് വേർപിരിഞ്ഞാൽ, അവൻ പരിഭ്രാന്തിയിലായാൽ, മറ്റാരെല്ലാം അവനോടൊപ്പം ഉണ്ടെങ്കിലും, അവൻ്റെ പിതാവാണെങ്കിലും ശരി, അവൻ്റെ മറ്റു ബന്ധുജനങ്ങളാണെങ്കിലും ശരി, അവൻ്റെ സഹോദരങ്ങളാണെങ്കിലും ശരി, ആ പരിഭ്രാന്തമായ അവസ്ഥയിൽ തൻ്റെ മാതാവിൻ്റെ മടിത്തട്ടല്ലാതെ മറ്റൊന്നും അവന് സമാധാനം പകരുകയില്ല. ആരൊക്കെ ഉണ്ടെങ്കിലും അവൻ തിരയും, അവൻ അന്വേഷിക്കും, അവൻ പരതും തൻ്റെ മാതാവിൻ്റെ സമാധാന ഇടം. അവിടെയാണ് തൻ്റെ മാതാവ് മാറോട് ചേർക്കുമ്പോൾ, മടിത്തട്ടിൽ അവനെ പിടിച്ചിരുത്തുമ്പോൾ അവൻ അനുഭവിക്കുന്ന ആ ഒരു സുരക്ഷിതത്വ ബോധം. അതുപോലെ ഇത് കേവലം ഉപമയാണ്. ഇതിനേക്കാൾ എത്രയോ മുകളിലാണ് അള്ളാഹുവിൽ മാത്രം അവലംബിക്കുന്ന, അവനിൽ പ്രതീക്ഷ വെക്കുന്ന, അവനിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന, അവനിൽ ഉറച്ചു വിശ്വസിക്കുന്ന, അവനിൽ മാത്രം തവക്കുലാക്കുന്ന ഒരു മുതവക്കിലായ അടിമയുടെ അവസ്ഥ. അൽ ഖൽബു ലാ യസ്കുനു വലാ യത്മഇന്നു വലാ യസിഖു വലാ യുഫവ്വിദു വലാ യഅ്തമിദ്. ഒരു മുഅ്മിനിന്റെ ഹൃദയം അള്ളാഹുവിൽ ബരമേൽപ്പിച്ചാലല്ലാതെ സമാധാനമടയുകയില്ല, സ്വസ്ഥമാകുകയില്ല. അവനിലല്ലാതെ അവൻ അടിയുറച്ച് വിശ്വസിക്കുന്നില്ല. അവനിലേക്ക് മാത്രമേ അവൻ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുള്ളൂ, അവനെ മാത്രമേ അവൻ അവലംബിക്കുന്നുള്ളൂ, ആശ്രയിക്കുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം. അപ്പോൾ അള്ളാഹുവിൽ അവലംബിക്കുക എന്നതാണ് തവക്കുലിന്റെ ഒന്നാമത്തെ സ്തംഭം. രണ്ടാമത്തെ സ്തംഭം കാരണങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി നിശ്ചയിച്ച ശറഅാക്കപ്പെട്ട കാരണങ്ങൾ അവൻ പ്രവർത്തിക്കുക. ധനം സമ്പാദിക്കാൻ അല്ലാഹു ഹലാലാക്കിയ മാർഗങ്ങളുണ്ട്. കച്ചവടം, തൊഴിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശറഅനെതിരാകാത്ത ആ മാർഗങ്ങൾ, കാരണങ്ങൾ ധനസമ്പാദനത്തിന് നമ്മൾ വിനിയോഗിക്കണം. സന്താനങ്ങൾ ഉണ്ടാകണം. അല്ലാഹു ഹലാലാക്കിയ മാർഗം വിവാഹബന്ധമാണ്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കാത്ത, അവൻ നിശ്ചയിച്ച കാരണങ്ങൾ അതിനെ മാധ്യമമാക്കി അത് പ്രവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് മുന്നേറുക. ഇതാണ് ശർഈയായ ഒരാളുടെ തവക്കുൽ സാധുവാകുന്നതിന്റെ രണ്ട് സ്തംഭങ്ങൾ. അൽ-ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം തവക്കുലിനെ നിർവചനം നൽകിയത് പ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞു, ഖത്ഉൻ നദ്രി ഇലൽ അസ്ബാബി ബഅദ ഫിഅലിൽ അസ്ബാബ്. കാരണങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം കാരണങ്ങളിലേക്കുള്ള നോട്ടം ഇല്ലാതാക്കുക. കാരണങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം കാരണങ്ങളിലേക്ക് നോക്കാതെ കാരണങ്ങളിലേക്കുള്ള നോട്ടത്തെ വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ, ചെയ്യേണ്ടത് ചെയ്യുക, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുക. സുമ്മ ബഅദ അൻ തഖൂമ ബിഹാ തനദുറു ഇലൈഹി. പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക. പിന്നീടുള്ള തിരിഞ്ഞു നോട്ടവും അവലംബവും എല്ലാം വൽ ഇൽതിഫാതു ഇലൈഹാ വൽ ഇഅ്തിമാദു അലൈഹാ, അതെല്ലാം അവൻ മുറിച്ചിടുക. കാരണം ലിഅന്ന ഖൽബക മുതഅല്ലിഖും ബിൽ മുസബ്ബിബ്,
ആ കാരണങ്ങളെ നിനക്ക് അനുകൂലമാക്കുന്ന കാരണങ്ങൾ സൃഷ്ടിച്ചവനായ റബ്ബ്, അവനിലേക്ക് മാത്രമാണ് പിന്നെ നീ അവലംബിക്കേണ്ടത്, തിരിഞ്ഞു നോക്കേണ്ടത്. പ്രവർത്തിക്കുക, എന്നിട്ട് അള്ളാഹുലേക്ക് മാത്രം തിരിഞ്ഞു കളയുക. പ്രവർത്തിച്ച കാരണങ്ങളിലേക്ക് തിരിഞ്ഞു കളയാതെ ബന്ധം അതല്ലെങ്കിൽ നോട്ടം അതിൽ നിന്ന് വിച്ഛേദിക്കുക എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് തവക്കുലിന് നൽകിയ നിർവചനം. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ മറ്റൊരു മനോഹരമായ നിർവചനം നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞു, അത്തവക്കുലു ഇൽത്തിറാബുൻ ബിലാ സുക്കൂനിൻ വസുക്കൂനുൻ ബിലാ ഇൽത്തിറാബിൻ. തവക്കുൽ എന്നാൽ അടങ്ങിയിരിക്കാതെ ചലിക്കലും ശേഷം ചലിക്കാതെ അടങ്ങിയിരിക്കലുമാണ്. തവക്കുൽ എന്നാൽ അടങ്ങിയിരിക്കാതെ ചലിക്കലും പിന്നീട് ചലിക്കാതെ അടങ്ങിയിരിക്കലുമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽത്തിറാബുൻ ബിലാ സുക്കൂൻ, അടങ്ങിയിരിക്കാതെ ചലിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കണം. ഹറക്കത്തുൻ വഅമലുൻ ബിൽ ജവാരിഹ്, അള്ളാഹു പറഞ്ഞ ഹലാലാക്കിയ കാരണങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം. അവിടെ അടങ്ങിയിരിക്കരുത്, കയ്യും കെട്ടി മിണ്ടാതിരിക്കരുത്, മടി പിടിച്ചിരിക്കരുത്, നിഷ്ക്രിയരാവരുത്, അലസനാവരുത്. ചെയ്യേണ്ടത് ചെയ്യണം. ശർഈയായ കാരണങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം. സുമ്മ യകൂനു ബിൽ ഇൽത്തിറാബിൻ, പിന്നെ സുമ്മ യകൂനു സുകൂനുൻ ബിൽ ഇൽത്തിറാബിൻ, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചിട്ട് പിന്നെ അടങ്ങിയിരിക്കുക. പിന്നെ അവിടെ അവന്റെ ഹൃദയം ചാഞ്ചല്യപ്പെടാൻ പാടില്ല. അള്ളാഹുവിൽ മാത്രം കാര്യങ്ങൾ ഏൽപ്പിച്ച് അടങ്ങിയിരിക്കുക, സമാധാനമടയുക. അവന്റെ ഹൃദയം അള്ളാഹുവിൽ മാത്രം അവലംബിക്കുക, അള്ളാഹുവിലുള്ള അവലംബത്തിൽ സമാധാനമടയുക. പിന്നീട് അവൻ ഇളക്കം തട്ടാതിരിക്കുക. പിന്നീട് പ്രവർത്തിച്ച കാരണങ്ങളിലേക്കോ കാരണക്കാരായ ആളുകളിലേക്കോ ഭൗതികമായ മറ്റെന്തെങ്കിലും അസ്ബാബുകളിലേക്കോ തിരിഞ്ഞു കളയാതിരിക്കുക, ചാഞ്ചല്യം സംഭവിക്കാതിരിക്കുക. അള്ളാഹുവിലുള്ള അവലംബത്തിൽ അവൻ സമാധാനമായി അടങ്ങിയിരിക്കുക. ഇതാണ് ഇൽത്തിറാബുൻ ബിലാ സുക്കൂൻ വസുക്കൂനുൻ ബിലാ ഇൽത്തിറാബിൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശർആക്കിയ തവക്കുലിന്റെ ശരിയായ രൂപം. ഇങ്ങനെ ഒരാൾ തവക്കുലാക്കിയാൽ അവൻ ഖൈർ കൊണ്ട് സന്തോഷമടയുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. ഇതാണ് സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ ആയത്ത്. ഈ ആയത്താണ് തവക്കുലിനുള്ള 2-ാമത്തെ തെളിവായി ശൈഖ് പിന്നീട് കൊണ്ടുവരുന്നത്. ആരാണോ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ചത്, തവക്കുലാക്കിയത്, ഫഹുവ ഹസ്ബു. എങ്ങനെ ഭരമേൽപ്പിച്ചത്? നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ ആരാണോ ചെയ്യേണ്ടത് ചെയ്ത് അള്ളാഹുവിൽ മാത്രം ഹൃദയം അവലംബിച്ച് സമാധാനമടഞ്ഞത്, അങ്ങനെ ആരാണോ അള്ളാഹുൽ തവക്കുലാക്കിയത്, ഫഹുവ ഹസ്ബു, അവൻ അള്ളാഹു മാത്രം മതിയാകുന്നതാണ്. മറ്റാരുടെയും ആവശ്യം അവനില്ല. അള്ളാഹു അവന് മതിയായവനാണ്. അള്ളാഹുവിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതാണ്. അവൻ പ്രതാപത്തിലാണ്, അവൻ സുരക്ഷിതത്വത്തിലാണ്, അവൻ സമാധാനത്തിലാണ്. ആരുടെ കയ്യിലാണോ ആകാശഭൂമികളുടെ ആധിപത്യമുള്ളത് അവനവന് മതിയായവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കുന്നതാണ്. ആകാശഭൂമികൾ മുഴുവൻ പൊട്ടിത്തകർന്നാലും അവയിലുള്ളവയെല്ലാം തകർന്ന് തരിപ്പണമായി നാമാവശേഷമായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ തവക്കുലാക്കിയവൻ അവനൊരാളും ഉപദ്രവിക്കാനില്ല. അള്ളാഹുവിന് സംരക്ഷണമേകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ സത്യസന്ധമായി ഭരമേൽപ്പിച്ച ഒരാൾ അവൻ അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവനാണ്. അള്ളാഹു ഒരിക്കലും അവന്റെ വാഗ്ദത്തം ലംഘിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അതുകൊണ്ട് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, അവൻ അള്ളാഹു മാത്രം മതിയാകുന്നതാണ്. സൂറത്തുൽ അൻഫാലിലെ 149-ാമത്തെ ആയത്തിൽ അള്ളാഹു തവക്കുലിനെ പറ്റി പറഞ്ഞു നോക്കൂ നിങ്ങൾ. വമൻ യതവക്കൽ അലല്ലാഹി ഫഇന്നല്ലാഹ അസീസുൻ ഹകീം. ആരാണോ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുന്നത്, ഫഇന്നല്ലാഹ അസീസുൻ ഹകീം, നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അങ്ങേറ്റം പ്രതാപമുള്ള അസീസും എല്ലാ യുക്തിയുമുള്ള ഹക്കീമുമാണ്. നോക്കൂ നിങ്ങൾ, ഈ ആയത്ത് പ്രത്യക്ഷത്തിൽ വായിച്ചാൽ നമുക്ക് പ്രത്യേകിച്ചൊരു പുതിയ പാഠം ഉൾക്കൊള്ളുന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഒരു പക്ഷേ ആഴത്തിൽ ചിന്തിച്ചാൽ ഇത് സൂക്ഷ്മമായ പല രഹസ്യങ്ങളും അടങ്ങിയതായി കാണാൻ സാധിക്കും. പ്രത്യക്ഷത്തിൽ എന്താണ് അർത്ഥം? ആരാണോ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പ്രതാപിയും യുക്തിമാനുമാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹു തവക്കുലിനെ പരാമർശിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടാൽ അസീസും ഹക്കീമും പരാമർശിച്ചത് എന്താണ് അതിന്റെ പിന്നിലെ രഹസ്യം? എന്തിനാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്? അവന്റെ അസീസും ഹക്കീമും എന്ന 2 നാമങ്ങൾ തവക്കുലിന് ശേഷം അള്ളാഹു പരാമർശിച്ചതിന്റെ രഹസ്യം എന്താണ്? അതായത്, ഇദാ കാന അല്ലദീ തവക്കൽത അലൈഹി അസീസ് ഫഅബ്ശിർ ബിൽ ഇസ്സ. നീ അസീസായ എല്ലാ പ്രതാപവുമുള്ള ഇസ്സത്തുള്ള റബ്ബിലാണ് ഭരമേൽപ്പിച്ചതെങ്കിൽ
അള്ളാഹുലാണ് ബരമേൽപ്പിക്കുന്നവൻ അജീസാണ്. അജീസായ അള്ളാഹുലാണ് നീ ബരമേൽപ്പിക്കുന്നതെങ്കിൽ ഫഅബ്ശിർ ബിൽ ഇസ്സ, അവന്റെ മഹത്തായ വിശേഷണമാണ് പ്രതാപം എന്നത്. ആ പ്രതാപത്തിന്റെ അംശം അവൻ നിനക്ക് നൽകും. നിന്നെ അവൻ പ്രതാപിയാക്കും, നിനക്കവൻ പ്രതാപം നൽകും. അവൻ അവന്റെ മഹത്തായ വിശേഷണമായ ഇസ്സത്തിൽ നിന്ന് നിനക്ക് പ്രദാനം ചെയ്യും. കാരണം നീ അജീസായ അങ്ങേറ്റം പ്രതാപിയായ റബ്ബിലാണ് ബരമേൽപ്പിക്കുന്നത്. ഇനി അവൻ ഹക്കീമുമാണ്. നീ ബരമേൽപ്പിക്കുന്നവൻ യുക്തിയുള്ളവനാണ്, ഹിക്മത്തുള്ളവനാണ്. ഹിക്മത്തില്ലാത്ത യുക്തിയില്ലാത്തവനല്ല. അവന്റെ പ്രവർത്തനങ്ങൾ യുക്തിരഹിതമല്ല. അവന് വെറുതെയൊന്നും പ്രവർത്തിക്കുകയില്ല. അങ്ങനെയുള്ള യുക്തിമാനായ അള്ളാഹു നീ ബരമേൽപ്പിച്ചാൽ വബിത്താലി ഫഇന്നഹു യൂസിലു ലക്കൽ ഖൈർ മിൻ അഹ്സനി സുബുൽ, ഏറ്റവും നല്ല മാർഗത്തിലൂടെ അള്ളാഹു നിനക്ക് നീ ആഗ്രഹിച്ച നന്മകൾ എത്തിച്ചു നൽകും. കാരണം യുക്തിയുള്ളവനായ ഹക്കീമായ റബ്ബിലാണ് നീ കാര്യങ്ങൾ ബരമേൽപ്പിച്ചിരിക്കുന്നത്. നിനക്ക് ലഭിക്കേണ്ടുന്ന ഏതൊരു കാര്യത്തിലാണ് അള്ളാഹുൽ ബരമേൽപ്പിച്ചത്, തവക്കുലാക്കിയത്, ആ ആഗ്രഹിക്കുന്ന കാര്യം ഏറ്റവും നല്ല മാർഗത്തിലൂടെ നിനക്ക് അവൻ എത്തിച്ചു തരുന്ന യുക്തിമാനാണ്, ഹക്കീമാണ്. വമിൻ അഫ്ളലി തുറുഖ്, ഏറ്റവും ശ്രേഷ്ഠമായ രൂപത്തിൽ, ഏറ്റവും ശ്രേഷ്ഠമായ മാർഗത്തിലൂടെ. വഫി അഹ്സനിൽ ഔഖാത്ത്, ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും നല്ല സമയത്ത് നിനക്ക് അവൻ അത് നൽകും. ഫഅബ്ശിർ ബിൽ ഖൈർ, അതുകൊണ്ട് നീ സന്തോഷവാർത്ത അടയുക. നീ തവക്കുലാക്കിയിരിക്കുന്നത് അല അസീസിൻ ഹക്കീം, അങ്ങേറ്റം ഇസ്സത്തുള്ള എല്ലാ യുക്തിയുമുള്ള റബ്ബിലാണ്. അതുകൊണ്ട് അങ്ങനെ നീ അള്ളാഹുൽ ബരമേൽപ്പിച്ചാൽ, അങ്ങനെയുള്ളവനായ റബ്ബിൽ മാത്രം ബരമേൽപ്പിച്ചാൽ നിനക്ക് കിട്ടേണ്ടത് കിട്ടേണ്ട അളവിൽ, കിട്ടേണ്ട സമയത്ത്, കിട്ടേണ്ട ഏറ്റവും മനോഹരമായ രൂപത്തിൽ, മാർഗത്തിൽ അവൻ നിനക്കത് നൽകും. നിന്നെ അവൻ പ്രതാപിയാക്കും എന്നതാണ് വമൻ യതവക്കൽ അലല്ലാഹി ഫഇന്നല്ലാഹ അസീസുൻ ഹക്കീം എന്ന ആയത്തിലെ രഹസ്യം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങളെ, ഇനി ഈ തവക്കുലിന്റെ രംഗത്ത് സംഭവിക്കുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ശിർക്കിയായ തവക്കുൽ, ഇബാദത്തിന്റെ രംഗത്ത് സംഭവിക്കുന്ന ശിർക്കിന്റെ രൂപമാണ് ഏറ്റവും ആ രംഗത്ത് സംഭവിക്കുന്ന ഗുരുതരമായ പാതകം, അബദ്ധം. കാരണം ശിർക്കിനേക്കാൾ വലിയ അക്രമമോ അനീതിയോ തെറ്റോ കുറ്റമോ പാപമോ ഇല്ല. ഇന്ന ശിർക ലദുൽമുൻ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം ബരമേൽപ്പിക്കേണ്ട ഒരാൾ, മുസ്ലിം, ഒരു മുഅ്മിൻ, ഒരു മനുഷ്യൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ അല്ലാഹു അല്ലാത്തവർക്ക് തവക്കുൽ നൽകിയാൽ അത് വലിയ ശിർക്കാണ്. അവന്റെ ഹൃദയം അല്ലാഹു അല്ലാത്തവരിൽ അവലംബിച്ചാൽ, അല്ലാഹു അല്ലാത്തവരിലേക്ക് ആലംബം തേടിയാൽ, അല്ലാഹു അല്ലാത്തവരിലേക്ക് അവൻ തിരിയുകയും അല്ലാഹു അല്ലാത്തവരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്താൽ, അല്ലാഹു അല്ലാത്തവരിലേക്ക് പൂർണ്ണമായി അവന്റെ ഹൃദയം തിരിഞ്ഞു കളഞ്ഞാൽ, അഭൗതികമായ രൂപത്തിൽ അള്ളാഹുവിന് സാധിക്കുന്നത് അവർക്ക് സാധിക്കും എന്നർത്ഥത്തിൽ അവരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അത് വലിയ ശിർക്കിലേക്ക്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്കിലേക്ക് നയിക്കുന്ന ഗുരുതരമായ തെറ്റായി മാറും. ഇത് നമ്മുടെ നാട്ടിലെ ഖബർ ആരാധകർ, ഖബർ പൂജകർ, ഇവരിൽ ധാരാളമായി ഈ അവസ്ഥ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യങ്ങൾ പറയാനും അവനിൽ ഭരമേൽപ്പിക്കാനും അവനോട് തേടാനും അവനിൽ പ്രതീക്ഷ അർപ്പിക്കാനും അവന് മാത്രം ഉറച്ചു വിശ്വസിച്ച് അവലംബം പ്രാപിക്കാനും അവർക്ക് സാധിക്കുന്നില്ല. മറിച്ച് മരിച്ചുപോയ പുണ്യപുരുഷന്മാർ, ഔലിയാക്കൾ എന്നവർ, പാടിപ്പുകഴ്ത്തുന്നവർ, അവരിലേക്കാണ് അവരുടെ അവലംബം. നോക്കൂ നിങ്ങൾ, ഒരിക്കൽ നമ്മുടെ നാട്ടിലെ ഒരു ഖുറാഫി പുരോഹിതനായ ഒരു അഹ്സനി, അയാളോടൊരു ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് എപ്പോഴും വിളിച്ചു ശീലിച്ചൊരു വ്യക്തി മരിക്കാൻ നേരത്ത് തനിക്ക് അപകടം സംഭവിച്ചപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് വിളിച്ചു. അങ്ങനെയാണ് അത് മരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന ഔ കമാ ഖാല അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെ അവസാന വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയത്, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണല്ലോ. ഇയാൾ മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് വിളിച്ചിട്ടാണ് മരിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അയാൾക്ക് ഭാഗ്യം ഉണ്ടായില്ല. എന്താണ് അയാളുടെ അവസ്ഥ എന്നാണ് ചോദ്യം. അപ്പൊ പറയുന്നത്, വിളിച്ചാ വിളിപ്പുറത്ത് ഉത്തരം നൽകുന്ന ആളല്ലേ മുഹീദ്ദീൻ ഷെയ്ഖ്, ആ പ്രതീക്ഷയിലാണ്, അല്ലെങ്കിൽ
ആ ഉറപ്പിലാണ്, അല്ലെങ്കിൽ ആ തവക്കുലിലാണ് മുഹീദ്ദീൻ ശൈഖിനെ അയാളെ വിളിക്കുന്നത്. എല്ലാ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതെ ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ എന്നാണല്ലോ. അതുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് അവിടെ ഹാജരാകും. അയാൾ മരിക്കുന്നതിന് മുമ്പ് അയാളെ കൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിച്ചേ അയാൾ മരിക്കുകയുള്ളൂ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വൽഇയാദു ബില്ലാഹ്. ഇങ്ങനെയാണ് ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള അവലംബം, അവനിലേക്ക് സമ്പൂർണ്ണമായി ഹൃദയം തിരിച്ചുവിടുന്ന അവസ്ഥ അതവിടെ തടയപ്പെടുന്നു. മരിച്ചവരിലേക്കും പുണ്യപുരുഷന്മാരിലേക്കും താഗൂത്തുകളിലേക്കും ഹൃദയം തിരിഞ്ഞു കളയുന്നു. അള്ളാഹുവിലേക്ക് തിരിച്ചുവിടേണ്ട തവക്കുൽ അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് വകവെച്ചു കൊടുക്കും. ഇത് ഈ രംഗത്ത് സംഭവിക്കുന്ന ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുന്ന, അവിടുത്തേക്ക് അവലംബം പ്രാപിക്കുന്ന, അവിടുത്തെ പുകഴ്ത്തുന്ന അറബി കവിതയിലെ വരികൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. യാ നബിയ സഖലൈനി യാ മുനീർ അൽ കൗനൈനി. ഓ ജിന്നുവർഗത്തിന്റെയും ഇൻസുവർഗത്തിന്റെയും നബിയായവരെ, ഇരു ലോകങ്ങൾക്കും പ്രകാശമായവരെ, മുൻഖിദുൽ ഇൻസാനി മിൻ ജഹീമിൻ നീറാനി. മനുഷ്യനെ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് കാക്കുന്നവരെ. നോക്കൂ നിങ്ങൾ, നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന വിശേഷണത്തിൽ അവിടുത്തെ വിളിക്കുകയാണ്. ആരെക്കുറിച്ചുള്ള വിശ്വാസമാണത്? ആരിലുള്ള പ്രതീക്ഷയാണിത്? അള്ളാഹുവാണ് മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. നബിക്ക് ആ വിശേഷണം ചാർത്തി കൊടുക്കുകയാണ്. എന്നിട്ടോ യാ ബദറ തമാമി, പൂർണ്ണ ചന്ദ്രനായവരെ, യാ ശംസല്ലലാമി, ഇരുട്ടിൽ സൂര്യനായി ജ്വലിക്കുന്നവരെ, മംബഉർ റഹ്മത്തി വൽ ഇയാദു ബില്ലാ മൽജഉൽ ഉമ്മത്തി, കാരുണ്യത്തിന്റെ ഉറവിടമേ. അർ റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ സിഫത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതൻ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ ഉറവിടമാണ്. മംബഉർ റഹ്മ, അതുപോലെ തന്നെ അവൻ കാരുണ്യത്തിന്റെ കേദാരമാണ്. ആ വിശേഷണമാണ്, കാരുണ്യത്തിന്റെ ഉറവിടമാണ് താങ്കൾ. ഉമ്മത്തിനെ രക്ഷയവലംബിക്കാൻ പറ്റുന്ന മൽജ ആണ്, അഭയസ്ഥാനമാണ് താങ്കൾ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൽ വെച്ചു പുലർത്തേണ്ടുന്ന ഈ പ്രതീക്ഷയും വിശ്വാസവും അവനിൽ മാത്രം തവക്കുലാക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ ഘടകങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചാർത്തി കൊടുക്കും. എന്നിട്ട് പറയണം, ഖുദ് ബിയദി ഫീ സല്ലാത്തി, എന്റെ പിഴവുകൾ, എന്റെ വഴികേടുകൾ, വ്യതിചലനങ്ങൾ, അതിൽ താങ്കൾ എന്റെ കൈ പിടിക്കണമേ എന്ന് നബിയോട് തേടുകയാണ്. അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ട വിശ്വാസം, അവനിൽ മാത്രം തവക്കുലാക്കാൻ പ്രേരിപ്പിക്കേണ്ടുന്ന ഈ ചിന്തകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിച്ചുവിടുന്നു, അവിടുത്തെ വിളിക്കുന്നു. എങ്ങനെയാണ് പിന്നെ അള്ളാഹുലേക്ക് തവക്കുലാക്കാൻ മുഅ്മിനീങ്ങൾക്ക് സാധിക്കുക, മുസ്ലിമീങ്ങൾക്ക് സാധിക്കുക? അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ. അള്ളാഹു ചോദിച്ച പോലെ, അള്ളാഹു ആണോ, നിങ്ങൾ ശിർക്ക് വെക്കുന്നവരാണോ? ആരാണ് ഉത്തമർ, എല്ലാറ്റിനും കഴിവുള്ളവർ? നിന്റെ മടക്കവും നിന്റെ പ്രതീക്ഷയും നിന്റെ ഉറച്ച വിശ്വാസവും നിന്റെ അവലംബവും നിന്റെ ആശ്രയവും നിന്റെ ആലംബവും എല്ലാം ആരിലേക്കാണ് നീ തിരിച്ചുവിടേണ്ടത്? നിന്റെ നാവിലൂടെ മന്ത്രിക്കേണ്ടത് ആരെ പറ്റിയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള നിന്റെ ആത്മബന്ധം, ഹൃദയബന്ധം എന്താണ്? എവിടെയാണ് അള്ളാഹുമായിട്ടുള്ള നിന്റെ ബന്ധം? എവിടെയാണ് അള്ളാഹുലേക്കുള്ള നിന്റെ പരമേൽപ്പിക്കൽ എന്ന് ചോദിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. നിനക്കൊരു ദുരിതം ബാധിച്ചാൽ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല അതിൽ നിന്ന് നിനക്ക് ആ പ്രയാസത്തിൽ നിന്ന് വിടുതൽ നൽകാൻ, ആ പ്രയാസം ദൂരീകരിക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. നോക്കൂ നിങ്ങൾ, ഈ ആയത്ത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു പ്രയാസം ബാധിച്ചാൽ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല, ആ പ്രയാസത്തിൽ നിന്ന് കരകയറ്റാനെന്ന് അള്ളാഹു പറയുന്നു. ഈ ആയത്ത് ഓതുന്ന ഒരു മുസ്ലിം ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം അവൻ കാര്യങ്ങൾ ബരമേൽപ്പിക്കണം, എന്തു പ്രയാസം വന്നാലും. ഇതിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുൽ മാത്രം അവൻ ബരമേൽപ്പിക്കുന്നില്ല എങ്കിൽ, അള്ളാഹു അല്ലാത്തവരിലേക്ക് അവൻ തിരിഞ്ഞു കളയുന്നുവെങ്കിൽ, അവൻ ഈ ആയത്തിനെ കളവാക്കുന്നു, അവൻ ഈ ആയത്തിനെ നിഷേധിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ അവൻ അവിശ്വസിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ കളവ് പറഞ്ഞു എന്ന് അവൻ പറയേണ്ടി വരും. കാരണം അള്ളാഹുവാണ് പറഞ്ഞത്, അള്ളാഹു അല്ലാതെ പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റാൻ മറ്റാരുമില്ല എന്ന്. ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ഇതനുസരിച്ച് പ്രവർത്തിക്കണം. അതല്ല, അവൻ വിശ്വസിക്കുന്നില്ല, അതിനെതിരെ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ ഈ ആയത്തിനെ നിഷേധിക്കുന്ന കാഫിറായിത്തീരും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅാഹു വയക്ഷിഫു സൂ.
ആരാണ് ദുരിതം, പ്രയാസം, പ്രതിസന്ധി അനുഭവിക്കുന്നവർ വിളിച്ചു തേടിയാൽ അവർക്ക് ഉത്തരം നൽകുന്നവൻ ആരാണ്? അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷയും സമാധാനവും വിടുതലും തുറവിയും നൽകുന്നവൻ ആരാണ്? അള്ളാഹു ചോദിക്കാൻ, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾ അനുഭവിക്കുന്ന എന്തൊരു നിഅമത്തുണ്ടോ, എന്തൊരു അനുഗ്രഹമുണ്ടോ, അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. സുമ്മ ഇദാ മസ്സകുമുദ്ദുർ, പിന്നീട് നിങ്ങൾക്ക് പ്രയാസം, ദുരിതം ബാധിച്ചാൽ ഫഇലൈഹി തജ്അറൂൻ, നിങ്ങൾ അവനിലേക്ക് മാത്രമാണ് മടങ്ങുന്നത്, അഭയം തേടുന്നത്. ആരിലേക്ക് മാത്രം? അള്ളാഹുലേക്ക് മാത്രം. ഇവിടെയും നേരത്തെ പറഞ്ഞ അറബി ഭാഷയിലെ ബലാഗയുടെ മനോഹരമായൊരു നിയമം കാണാം. മഅമൂലിനെ ആമിലിനേക്കാൾ മുന്തിച്ചു. തജ്അറൂന ഇലൈഹി എന്നതിന് പകരം ഫഇലൈഹി തജ്അറൂൻ, അതായത് പ്രയാസം ബാധിച്ചാൽ അതിന് കരകയറാൻ നിങ്ങൾ അവലംബിക്കേണ്ടത്, മടങ്ങേണ്ടത്, ആശ്രയിക്കേണ്ടത് അള്ളാഹുലേക്ക് മാത്രമാണ്. ലാ ഇലാഹ ഗൈരിഹി, അള്ളാഹു അല്ലാത്ത മറ്റാരിലേക്കുമല്ല എന്നർത്ഥം ലഭിക്കാനാണ് ആ പ്രയോഗം അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ മാത്രം ബലമേൽപ്പിക്കുന്ന, അവനെ മാത്രം അവലംബിക്കുന്ന, അവനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് രക്ഷയോഗം, അവന് സമാധാനമേകും. അവൻ ആഗ്രഹിക്കുന്നതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അനുകൂലമാക്കും. എന്നാൽ ഇതല്ലാത്തവർക്കുള്ള നഷ്ടം എന്താണ്? അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിഞ്ഞു കളയുന്നവർക്കുള്ള നഷ്ടം എന്താണ്? അവർക്ക് ദീനാറോ ദിർഹമോ ദുനിയാവോ സ്വത്തോ വിഹിതമോ ഒന്നുമല്ല, മറിച്ച് അവരുടെ പരലോകം നഷ്ടമായിരിക്കും. ആകാശഭൂമികളെക്കാൾ പ്രവിശാലമായ സ്വർഗം അവർക്ക് നഷ്ടമായിരിക്കും. വമൻ യുശ്രിക് ബില്ലാഹ്, അള്ളാഹു പറയുന്നു, ആരാണ് അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്നത്, ഫകഅന്നമാ ഖറ മിനസ് സമാ, അവൻ ആകാശത്ത് നിന്ന്, ശൂന്യാകാശത്ത് നിന്ന് താഴേക്ക് വീണവനെ പോലെയാണ്. ഫതഖ്തഫുഹു ത്വയ്ർ, അവനെ പക്ഷികളതാ, വലിയ പക്ഷികൾ അവനെ റാഞ്ചിയെടുക്കുന്നു, അവനെ കൊത്തിപ്പറിക്കുന്നു. അതെ, ശിർക്കിലകപ്പെട്ട ദുനിയാവിൽ ശിർക്കിലകപ്പെട്ടവരുടെ അവസ്ഥ ഇതുപോലെയാണ്. അവരെ സകല മനുഷ്യപിശാചുക്കളും, സാക്ഷാൽ ജിന്നുകളുടെ ശൈത്താന്മാരും അവനെ റാഞ്ചിയെടുക്കുന്നു. അവന്റെ വിശ്വാസവും അവന്റെ പ്രവർത്തനവും അവന്റെ ബുദ്ധിയും റാഞ്ചി കൊണ്ടുപോകുന്നു. ഔ തഹ്വി ബിഹി റീഹു ഫി മകാനിൻ സഹീഖ്, അതല്ലെങ്കിൽ ആകാശത്ത് നിന്ന് വീഴുന്നവൻ അവന് വിദൂര പ്രദേശങ്ങളിൽ പോയി നിലംപൊത്തുന്നു. ഇതുപോലെ തന്നെയാണ് ശിർക്കില പതിക്കുന്നവരും. അവർ ദീനിൽ നിന്നകന്ന്, ഘാതഘാതമകന്ന് വഴികേടിലും ദലാലത്തിലും ശിർക്കിലും കുഫറിലും ബിദ്അത്തുകളിലും അവൻ വീണു പതിക്കുന്നു, അവൻ അപജയം സംഭവിക്കുന്നു. ഇതാണ് ശിർക്ക് ചെയ്യുന്നവരുടെ അവസ്ഥ. അതുകൊണ്ട് സഹോദരങ്ങളെ, തവക്കുൽ, അള്ളാഹുൽ മാത്രം ബലമേൽപ്പിക്കേണ്ടുന്ന ഈ മഹത്തായ ഇബാദത്ത്, ഇത് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിട്ടാൽ സാക്ഷാൽ അബൂജഹലിനും അബൂലഹബിനും ഉമയ്യത്ത് ബിൻ ഖലഫിനും എല്ലാം സംഭവിച്ച, മക്ക മുശ്രിക്കുകൾക്ക് സംഭവിച്ച വലിയ ശിർക്കാണ് അവർക്ക് സംഭവിക്കുന്നത് എന്ന വിഷയത്തിൽ നമുക്ക് സംശയം പാടില്ല. ഇനി തവക്കുലിന്റെ രംഗത്തെ രണ്ടാമത്തെ അബദ്ധം, രണ്ടാമത്തെ ഗുരുതരമായ തെറ്റ് എന്ന് പറഞ്ഞാൽ അൽ ഇൽതിഫാത്തു ഇലൽ അസ്ബാബ്, പൂർണ്ണമായും നമ്മൾ പ്രവർത്തിക്കുന്ന കാരണങ്ങളിലേക്ക്, അസ്ബാബുകളിലേക്ക് തിരിഞ്ഞു കളയാന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കാര്യങ്ങൾ പ്രവർത്തിക്കുക, കാരണങ്ങൾ പ്രവർത്തിക്കുക, എന്നിട്ട് പൂർണ്ണമായും അതിൽ നിന്നുള്ള ബന്ധം, അതല്ലെങ്കിൽ അതിലേക്കുള്ള നോട്ടം, അവലംബം അള്ളാഹുലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ്. ഹൃദയം അള്ളാഹുലേക്ക് മാത്രം തിരിഞ്ഞു കളയുക എന്നുള്ളതാണ്. പൂർണ്ണമായും അസ്ബാബുകളിലേക്ക് ഒരാളുടെ ഹൃദയം തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ശിർക്ക് അക്ബറായി. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ അവലംബം ഭാഗികമായോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു അംശമോ അസ്ബാബുകളിലേക്ക് തിരിഞ്ഞു കളഞ്ഞാൽ അത് ഹറാമായ വലിയ ശിർക്കിലേക്ക് എത്തുന്ന ശിർക്ക് അസ്ഗറാകുന്ന രൂപമാണ്. പൂർണ്ണമായും ഹൃദയത്തിന്റെ അവലംബം അള്ളാഹു അല്ലാത്തവരിലേക്കല്ലാതെ ഭാഗികമായോ അതല്ലെങ്കിൽ ഹൃദയത്തിന്റെ അവലംബത്തിന്റെ എന്തെങ്കിലും ഒരു അംശമോ എന്തെങ്കിലും കാര്യം, ഉദാഹരണത്തിന് രോഗം മാറാൻ, അള്ളാഹുവാണ് രോഗം മാറ്റുക, അവനോട് നമ്മൾ രോഗം മാറ്റാൻ വേണ്ടി തേടുന്നു, അവനിൽ തവക്കുലാക്കുന്നു. അതോടൊപ്പം ചികിത്സിക്കുന്ന ഡോക്ടറിലേക്കോ മരുന്നിലേക്കോ ചികിത്സാ സംവിധാനങ്ങളിലേക്കോ ഹോസ്പിറ്റലിലേക്കോ ഹൃദയം തിരിഞ്ഞു കളയുന്ന, ഹൃദയത്തിന്റെ അവലംബം അങ്ങോട്ട് ചായുന്ന ഒരംശം ഉണ്ടാകുക, ഇത് ഹറാമായ ചെറിയ ശിർക്കിന്റെ രൂപമാണ്. അതുകൊണ്ട് അസ്ബാബുകളിലേക്ക് നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലേക്കോ കാരണങ്ങളിലേക്കോ ഹൃദയം തിരിഞ്ഞു കളയാൻ പാടില്ല, അവലംബിക്കാൻ പാടില്ല. ഇതാണ് രണ്ടാമത്തെ ഈ രംഗത്തെ അബദ്ധം. മൂന്നാമത്തെ അബദ്ധം ഇഗ്ഫാൽ അസ്ബാബി വൽ ഇറാദു അൻഹാ ബിൽ കുല്ലിയ, പൂർണ്ണമായും കാരണങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് അശ്രദ്ധനാകുക, പിന്തിരിഞ്ഞു കളയുക. ചിലർ പറയും, ഞാൻ അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നു, ഞാൻ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടുണ്ട്,
ബാക്കി അള്ളാഹു നോക്കിക്കോളും. എന്നിട്ട് കൈയും കെട്ടി വീടിൻ്റെ മൂലയിൽ ജോലി ചെയ്യാതെ പണിയെടുക്കാതെ ചടഞ്ഞുകൂടിയിരിക്കുന്നു. അവനൊന്നും ലഭിക്കുകയില്ല. ഇത് വൻ അബദ്ധമാണ്. ഇത് ശറഈയായ തവക്കുലല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സൃഷ്ടികളിൽ ഏറ്റവും ഭംഗിയായി മനോഹരമായി തവക്കുൽ സാക്ഷാത്കരിച്ചത്. അവിടുന്നാണ് നമ്മെ ഇത് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുകൾ പ്രവർത്തിച്ചവനായിരുന്നു. അവിടുന്ന് അതിനു വേണ്ടി കൽപ്പിച്ചവനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞത് ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ നീ താല്പര്യം കാണിക്കണം. വസ്തഈൻ ബില്ലാഹ്, എന്നിട്ട് നീ അള്ളാഹുവിനോട് സഹായം തേടണം. അതായത് ചെയ്യേണ്ടത് ചെയ്യണം, പണിയെടുക്കണം, എന്നിട്ട് അള്ളാഹുവിനോട് സഹായം തേടണം. വലാ തഅജിസ്, നീ മടി പിടിച്ചിരിക്കരുത്, പ്രവർത്തിക്കാതെ ചടഞ്ഞും കൂടിയിരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടുന്ന് യുദ്ധത്തിൽ പടയങ്കി ധരിക്കുന്നവനായിരുന്നു. അള്ളാഹു തവക്കുലാക്കിയിട്ട് അള്ളാഹു എന്നെ കാത്തോളും സംരക്ഷിച്ചോളും എന്ന് പറഞ്ഞ് യുദ്ധത്തിലെ പ്രതിരോധ മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ അവിടെ നിന്നോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉഹദ് യുദ്ധത്തിൽ 2 പടയങ്കികൾ അവിടുന്ന് ധരിച്ചിരുന്നു. ഇതെല്ലാം സബബുകൾ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമാണ്. മൃഗത്തെ കെട്ടിയിടാതെ അലക്ഷ്യമായിട്ട ആള്, അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ആ മൃഗത്തെ കെട്ടിയിടുക, എന്നിട്ട് അള്ളാഹുൽ തവക്കുലാക്കുക. അതല്ലാതെ മൃഗത്തെ കെട്ടിയിടാതെ മൃഗത്തെ അള്ളാഹു നോക്കിക്കോളും, ഞാൻ അള്ളാഹുൽ തവക്കുലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? അതുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചു വേണം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ബരമേൽപ്പിക്കാൻ. അതാണ് ശറഈയായ തവക്കുൽ. കാരണങ്ങളോ കാര്യങ്ങളോ പ്രവർത്തിക്കാതെയുള്ള തവക്കുൽ, അതിന് തവക്കുൽ എന്ന് പറയുകയില്ല, അത് തവക്കുലേ ആവുകയില്ല. ഒരാൾക്ക് കുട്ടിയുണ്ടാകണം, പക്ഷേ വിവാഹം കഴിക്കാൻ തയ്യാറല്ല. സമ്പത്തുണ്ടാക്കണം, പക്ഷെ ജോലി ചെയ്യാൻ തയ്യാറല്ല. വിശപ്പ് മാറണം, പക്ഷേ ഭക്ഷണം കഴിക്കാൻ തയ്യാറല്ല. ദാഹമകറ്റണം, പക്ഷെ വെള്ളം കുടിക്കുകയില്ല. ഇതെങ്ങനെയാണ്? നമ്മുടെ ബുദ്ധി പോലും യോജിക്കാത്ത തീർത്തും നിരർത്ഥകമായ ജൽപ്പനമാണിത്. അതുകൊണ്ട് കാരണങ്ങളെ പ്രവർത്തിക്കുക എന്നുള്ളത് കാര്യം നേടാനുള്ള പ്രധാനപ്പെട്ട ഉപാധിയാണ്. അതിലൂടെ കാര്യങ്ങൾ നമുക്ക് അടുപ്പിച്ചു തരുന്നത്, നിറവേറ്റിത്തരുന്ന അള്ളാഹുവാണ് എന്നുള്ള അവലംബ ബോധം നമുക്കുണ്ടാകണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഈ രംഗത്ത് കാരണങ്ങളെ പ്രവർത്തിക്കാതെയാണ് തവക്കുലാക്കേണ്ടത്. കാരണങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് തവക്കുലിനെതിരാണ്. ഒന്നും ചെയ്യാതെ ഞാൻ അള്ളാഹുൽ തവക്കുലാക്കിയിരിക്കുന്നു എന്ന നിലപാടാണ് യഥാർത്ഥ തവക്കുൽ എന്ന് തെറ്റിദ്ധരിച്ച 3 ആളുകളുടെ ഉദാഹരണം പറയുന്നുണ്ട്. ചില ആളുകളുടെ ഉദാഹരണം, അതായത് അങ്ങനെയുള്ള ഒരു കൂട്ടർ അവരൊരു യാത്ര പോയി. തങ്ങളുടെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ആവശ്യം നേടാൻ വേണ്ടി, ഒരാവശ്യം അതിനുവേണ്ടി അവർ യാത്ര ചെയ്തു. അവരഭിപ്രായം 3 കാര്യങ്ങൾ മാത്രം നമ്മൾ കൊണ്ടുപോയാൽ മതി. ആ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഇന, അതായത് അവർക്ക് വെള്ളം ശേഖരിക്കാനുള്ള ഒരു തോൽപാത്രം. രണ്ടാമത്തത് ഹൈത്ത്. മൂന്നാമത്തത് ഇബ്രത്ത്, അതായത് നൂലും സൂചിയും. തയ്യാനുള്ള തുന്നി ചേർക്കാനുള്ള നൂലും അതിൽ കോർക്കാനുള്ള നൂലും പിന്നെ സൂചിയും, അതോടൊപ്പം വെള്ളം ശേഖരിക്കാനുള്ള ഒരു തോൽപാത്രവും. എന്നിട്ട് അവർ പറഞ്ഞു, അമ്മൽ അക്ലു വശുർബ് വമാ ഇലാ ദാലിക അന മുതവക്കിലുൻ അലല്ലാഹ്. തിന്നാനും കുടിക്കാനുള്ള യാത്രക്കുള്ള മറ്റു സാമഗ്രികളോ അതല്ലെങ്കിൽ പാതയമോ വിഭവങ്ങളോ ഒന്നും വേണ്ട, അതിൽ നമ്മൾ അള്ളാഹുൽ ബരമേൽപ്പിച്ചിരിക്കുന്നു. ഈ 3 സാധനങ്ങൾ മാത്രം മതി. ഇവിടെ നോക്കൂ നിങ്ങൾ, അങ്ങനെ പറയുന്നവർ, അവർക്ക് പോലും ഈ വാദം നടപ്പിലാക്കാൻ സാധിക്കില്ല. ഇവരെന്തിനാണ് യാത്ര പോകുന്നത്? യാത്ര പോകുന്ന അന്യനാട്ടിലൊരു കാര്യമുണ്ട്, അത് നിറവേറ്റാനാണ്. അപ്പൊ അത് നിറവേറ്റണമെങ്കിൽ അവിടേക്ക് യാത്ര ചെയ്ത് പോകണമെന്നുള്ള കാരണം അവർ പ്രവർത്തിക്കണം. കാരണം പ്രവർത്തിക്കേണ്ടായിരുന്നെങ്കിൽ അവർക്ക് അവരുടെ നാട്ടിൽ തന്നെ നിന്നാൽ മതിയായിരുന്നല്ലോ. അവരുദ്ദേശിച്ച കാര്യം ഇങ്ങോട്ട് വരുമായിരുന്നില്ല. എന്തുകൊണ്ട് അവർ ചെയ്തില്ല? അത് അവർ തന്നെ അംഗീകരിക്കുന്നില്ല. കാരണം ഇറങ്ങി പുറപ്പെടണം, എന്നാലേ കാര്യം നടക്കുകയുള്ളൂ. അപ്പൊ അത് തവക്കുലല്ല എന്ന് അവർ തന്നെ അവരുടെ പ്രവൃത്തിയിൽ അംഗീകരിക്കുന്നു. മാത്രമല്ല, വളരെ വിചിത്രം, ഈ 3 സംഗതികൾ, തോൽപാത്രം എന്തിനാണ് അവരെടുത്തത്? അവർ പറയുന്നു, അതുപയോഗിച്ച് ഞങ്ങൾക്ക് വെള്ളം ശേഖരിച്ച് വുളു എടുക്കാനാണ്. നിസ്കാരം വലിയ കാര്യമാണ്, നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. നിസ്കാരം അത് തവക്കുലിന്റെ ഭാഗമാണ്. അപ്പോൾ നിസ്കരിക്കാൻ വുളു എടുക്കണമെങ്കിൽ ഈ തോൽപാത്രത്തിൽ വെള്ളം ശേഖരിക്കണം. അപ്പൊ നോക്കൂ നിങ്ങൾ, വെള്ളം ശേഖരിക്കണം, വുളു എടുക്കുക എന്നുള്ള കാരണം അവർ പ്രവർത്തിച്ചു. കാരണമില്ലാതെ കാര്യം നടക്കുകയായിരുന്നെങ്കിൽ എന്തിനാണ് തോൽപാത്രം? വുളുവിന്റെ വെള്ളം അങ്ങനെ താനെ ശേഖരിക്കപ്പെടുകയും താനെ വുളു എടുക്കുകയും ചെയ്യാമായിരുന്നല്ലോ. അവർ ചെയ്തില്ല. ഇനി എന്തിനാണ് നൂലും സൂചിയും? അവർ പറഞ്ഞു, നിസ്കരിക്കുമ്പോൾ
വസ്ത്രത്തിനെങ്ങാനും വസ്ത്രം തുരുമ്പുകയോ പിന്നെ കീറിപ്പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഔറത്ത് മറക്കാൻ നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അത് തുന്നിച്ചേർക്കാനാണ് സൂചിയും നൂലും. അപ്പോൾ നോക്കൂ നിങ്ങൾ, സൂചിയും നൂലില്ലാതെ വസ്ത്രം തുന്നിച്ചേർക്കപ്പെടുകയില്ല. അതിന് കാരണമാണ്, അത് പ്രവർത്തിക്കണം എന്നവർ മനസ്സിലാക്കിയതുകൊണ്ടാണ്. അപ്പൊ ഏതൊരു സംഗതിയും നേടാൻ അതിന് അള്ളാഹു ശറഅാക്കിയിട്ടുള്ള കാരണങ്ങൾ നമ്മൾ പ്രവർത്തിക്കണമെന്നില്ല യാതൊരു സംശയവുമില്ല. അപ്പോൾ കാരണങ്ങൾ പ്രവർത്തിക്കുകയും പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുകയും അവനെ അവലംബിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തവക്കുലിന്റെ യഥാർത്ഥ രൂപം. അതല്ലാതെ കാരണങ്ങൾ പ്രവർത്തിക്കാത്ത തവക്കുൽ അബദ്ധമാണ്. അത് ശറഇനോടോ ബുദ്ധിയോടോ യോജിക്കാത്ത നിഷ്ക്രിയത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തൽക്കാലം ഇന്നത്തെ ദർസ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. هذا والله تعالى أعلم وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.